ഞാൻ ഉൾപ്പെടുന്ന മില്ലേനിയൽസ്, അതിൻ്റെ പുറകിലുള്ള ബേബി ബൂമേഴ്സ്, അതിൻ്റെയും പുറകിലുള്ള ജനറേഷൻ എക്സ്, നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചുറ്റിക പോലെയാണ്. അതായത് ഒരു പ്രശ്നം വന്നാൽ ആണി കണ്ട ചുറ്റികനെ പോലെ അതിനെ അടിച്ചമർത്താനേ നമുക്കറിയുള്ളൂ. വേറൊരു സൊല്യൂഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സർക്കാർ ജെൻസി പ്രൊട്ടസ്റ്റിനെ പോലീസിനെ വിട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചത്. പക്ഷേ ജെൻസിക്ക് അറിയാം വയലൻസിനെ വയലൻസ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അവരൊന്ന് മാറ്റിപ്പിടിച്ചു. മോഹൻലാലിനോട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഞങ്ങളെ തല്ലാന്ന്. രണ്ട് കൂട്ടരും വയലൻസ് പ്രവർത്തിച്ചാലാണ് വയലൻസിനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നിന്ന് പോകും. പോലീസ് ഉപയോഗിച്ച വാട്ടർ ക്യാനെ അവർ ഫൗണ്ടൈനാക്കി മാറ്റി. അവിടെ അവർ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, റീലെടുത്തു. തങ്ങളെ തന്നെ തല്ലി ക്ഷീണിച്ച പോലീസിനെ അവർ തന്നെ വെള്ളം കൊടുത്തു. അതിലൂടെ അവർ പറയാതെ പറഞ്ഞത് നിങ്ങളുടെ വയലൻസിനെ ഞങ്ങൾ വേദനിപ്പിക്കാനാവില്ല എന്നാണ്. അതിനേക്കാൾ വലിയൊരു അപമാനം വയലൻസ് പ്രവർത്തിക്കുന്ന ആളുകൾക്കില്ല. കാരണം അവരുടെ കയ്യിൽ ആകെക്കൂടിയുള്ളൊരു ആയുധം ഈ വയലൻസാണ്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിരായുധരായി പോകും. ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇത്തരം യങ്ങർ ജനറേഷൻ്റെ പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലിയിൽ, കെനിയയിൽ, നേപ്പാളിൽ, ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ. ഇതെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കോമൺ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ഈ ഒരു പ്രൊട്ടസ്റ്റും ഒരു കരിസ്മാറ്റിക് ലീഡർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം എന്നും എന്താണ് സൊല്യൂഷൻ വേണ്ടതെന്നും ഇവർക്കറിയാം. അത് നേടാനും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആളെ അറസ്റ്റ് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളുടെ പരിപാടി ഇവിടെ നടപ്പിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഐഡിയോളജിയോടും ഒരു പ്രത്യേക മമതയൊന്നും ജൻസിക്കില്ല. എന്താണോ പ്രോബ്ലം, എന്താണോ അതിൻ്റെ സൊല്യൂഷൻ, ആരാണോ അക്കൗണ്ടബിൾ, അത് നേടിയെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഫോക്കസ്. നേപ്പാളിൽ അത് കറപ്ഷൻ ആയിരുന്നു, ഇന്ത്യയിൽ അതൊരു പേപ്പർ ലീക്ക് ആയിരുന്നു, ചിലിയിൽ അത് ഇന്നിക്വാലിറ്റി ആയിരുന്നു, കെനിയയിലൊരു ടാക്സേഷൻ ബില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ പോലുള്ള മില്ലേനിയൽസും ബേബി ബൂമേഴ്സൊക്കെ ഒന്ന് മാറിയിരിക്കുക. ഈ ജെൻസിയും ജെൻ ആൽഫയും നയിക്കട്ടെ.